എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ല ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെ, നിങ്ങൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ് തയ്യാറായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ചെറിയൊരു കാര്യം, ലളിതമായ രീതിയിൽ വലിയൊരു കാര്യത്തെ പറയാൻ ശ്രമിക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. കാരണം ജീവിതത്തിൽ പലതും നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ചില സത്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. സമൂഹത്തിൽ അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ സമൂഹം എത്രത്തോളം അത് അറിഞ്ഞിട്ടുണ്ട് എന്നതിനെ പറ്റിയൊന്നും ഞാൻ തൽക്കാലം പ്രതിപാദിക്കാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്ററി ഹബിൽ വന്നതിന് ശേഷം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ചിലവർ മാറ്റമുണ്ടായവരും പിന്നെയും മറ്റു മാറ്റങ്ങൾക്ക് വേണ്ടി പലരും മറ്റും ഇങ്ങനെ തേടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് മനുഷ്യൻ എപ്പോഴും അങ്ങനെയാണ്. ഇവിടെ കണ്ട് പിന്നെ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിലല്ല പറയാൻ പോകുന്ന കാര്യം, എന്റെ ക്ലാസ്സിൽ ഒരു 6 മാസം മുമ്പ് ഒരാൾ വന്ന് പറഞ്ഞ ഒരു കഥയാണ് നിങ്ങളോട് പറയുന്നത്. കഥയല്ല, ഒരു അനുഭവമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ആ അനുഭവത്തിൽ നിന്നും എന്തുകൊണ്ടാണ് ഹാപ്പിനെസ് മാസ്റ്ററിയിലെ മെഡിറ്റേഷൻ കൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റം ആൾക്കാർക്ക് ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്ന ഒരു സന്ദർഭമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ഈ സെഷനിൽ താല്പര്യമുള്ളവരെല്ലാവരും, ഇത് കേൾക്കാൻ അങ്ങോട്ട് അറിയാൻ താല്പര്യമുള്ളവരെല്ലാവരും താഴെ കമന്റ് ആയിട്ട് അവരവരുടെ ഹാപ്പി ആൻഡ് റെഡി എന്നുള്ള ടാബ്ലറ്റ്സ് എടുത്ത് കഴിച്ചതിന് ശേഷം നമുക്ക് തുടങ്ങാം. അപ്പൊ എല്ലാവരും ഹാപ്പി ആൻഡ് റെഡി ആയി കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഹാപ്പി ആൻഡ് റെഡി ആകുമ്പോൾ മാത്രമേ നമ്മുടെ മസ്തിഷ്കം ഇതിന് തയ്യാറാവുകയുള്ളൂ. നിങ്ങൾ വെറുതെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ ടൈപ്പ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ടൈപ്പ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ ഇത് കേൾക്കാൻ തയ്യാറാണ് എന്ന്, മാനസികമായും ശാരീരികമായും തയ്യാറാണെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് തത്വം. അപ്പൊ എല്ലാം റെഡി ആണല്ലോ? യെസ്, കമോൺ 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 കമോൺ. ഹാപ്പി ആൻഡ് റെഡി, ഹാപ്പി ആൻഡ് റെഡി, ഹാപ്പി ആൻഡ് റെഡി. ഓക്കെ, ശരി, കണ്ടിന്യൂ പറഞ്ഞു. അപ്പോ ആ ഒരു സംഭവം ഇങ്ങനെയാണ്. ഒരാൾ എന്റെ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു, യുവാവായ ഒരു യുവാവ് എന്ന് വെച്ചാൽ 48-50 വയസ്സോളായിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞു, സാറേ, ഞാൻ കഴിഞ്ഞ 6 വർഷമായി എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. പക്ഷെ ഒരു മാറ്റവും എൻ്റെ ജീവിതത്തിൽ 6 വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് വലിയ ഗുണമുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, 6 വർഷമായിട്ട് നിങ്ങൾ എന്ത് മെഡിറ്റേഷനാണ് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ട് നമ്മൾ പല പല മെഡിറ്റേഷൻ ചെയ്തു നോക്കി, അതൊന്നൊന്നുമല്ല, എനിക്ക് മെഡിറ്റേഷനെ പറ്റി അറിയാം, കുറേ കാര്യങ്ങൾ ചെയ്തു നോക്കി, ആർട്ട് ഓഫ് ലിവിങ്ങിന്റെയും സദ്ഗുരുവിന്റെയും ഒക്കെ നോക്കി, പക്ഷെ ഇതൊന്നും എനിക്ക് എഫക്റ്റ് ആയിട്ടില്ല എന്ന്. ഞാൻ രണ്ടാമത് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു, അല്ല, എനിക്ക് മെഡിറ്റേഷൻ എഫക്റ്റ് ആയിട്ടില്ല, എനിക്ക് വർക്കിംഗ് അല്ല എന്ന് വീണ്ടും പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ പിന്നെ പൊതുവെ നമുക്കൊന്നും പറയാനില്ലല്ലോ. അപ്പോ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ എന്തോ വലിയ മാറ്റം ഒന്നും ഉണ്ടായില്ല, പക്ഷെ എനിക്ക് ചിലപ്പോൾ ഞാൻ ചെയ്യുന്നത് തെറ്റായിട്ടാണോ ചെയ്യുന്നത് എന്നതാണ് മനുഷ്യന്റെ ചോദ്യം. തെറ്റായിട്ട് ചെയ്യുന്നത് കൊണ്ടാണോ എനിക്കിത് വർക്ക് ചെയ്യാത്തത്? ഈ അനുഭവം നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്ത്. ഇങ്ങനെ അനുഭവം, മെഡിറ്റേഷൻ കൃത്യമായി ചെയ്തു, പക്ഷെ അതുകൊണ്ട് ഒന്നും മാറ്റം ഉണ്ടായിട്ടില്ല, അത് തെറ്റാണോ ശരിയാണോ എന്ന് അറിയാത്ത കണ്ടീഷനിൽ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ കേൾക്കുന്ന യൂട്യൂബ് വീഡിയോ കാണുന്നവർ തന്നെ എന്റെ ഹാപ്പിനെസ് മെഡിറ്റേഷൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്ന് കമന്റ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ, മാറ്റം ഉണ്ടായിട്ടില്ലേ എന്ന് ഒന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, കമോൺ, എല്ലാവരും പറഞ്ഞു. അപ്പൊ ചോദ്യം കേട്ടപ്പോ ആദ്യം എനിക്ക് ചിരിയാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ പുഞ്ചിരി എന്ന് പറയുന്ന ചിരി എന്നല്ല, കളിയാക്കിക്കൊണ്ടുള്ള ചിരിയല്ല, ഇത് വളരെ ഒരു മനസ്സിലാക്കേണ്ട ഒരു തത്വമാണ് എന്നതുകൊണ്ടാണ്. ധ്യാനത്തിന് ഒരു രഹസ്യമുണ്ടോ, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും തെറ്റും ശരിയുമുണ്ടോ? അല്ലേ? അങ്ങനെ ചോദ്യം നമുക്ക് ആവർത്തിക്കേണ്ടി വരും. ധ്യാനത്തിന് ഒരു തെറ്റായ ധ്യാനമെന്നോ ശരിയായ ധ്യാനമെന്നോ ഉണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ധ്യാനത്തിന് ഇന്ന സമയത്ത് ചെയ്യണമെന്നോ ഇന്ന സമയത്ത് ചെയ്യേണ്ടതോ, ഇന്ന മെത്തേഡിൽ ചെയ്യണമെന്നോ ഇന്ന മെത്തേഡിൽ ചെയ്യേണ്ടതെന്നോ അങ്ങനെ ഒരു സംഭവം എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ആദ്യം പുഞ്ചിരിച്ചതിന്റെ കാരണം. ധ്യാനത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്, മെഡിറ്റേഷന്റെ ഫണ്ടമെന്റൽ രഹസ്യം എന്ന് പറയുന്നത്, അത് എത്ര സമയം, എത്ര കാലം, ഏത് തരത്തിലുള്ള ധ്യാനം ചെയ്തു എന്നതേ അല്ല. ഒന്നുകൂടി പറയാം, എത്ര സമയം നിങ്ങൾ ചെയ്തു എന്നോ, എത്ര കാലഘട്ടങ്ങൾ ചെയ്തു എന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സമയത്ത് ചെയ്തു എന്നോ
അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ധ്യാനം ചെയ്തു എന്നത് ഒന്നുമല്ല ഇതിന്റെ രഹസ്യം എന്ന് പറയുന്നത്. മറ്റെയോ അതിന്റെ രഹസ്യം എന്ന് പറയുന്നത് ധ്യാനത്തിലുള്ള ആഴമാണ്. നമ്മൾ ചെയ്യുന്ന ധ്യാനത്തിൽ നമ്മൾ എത്രത്തോളം ആഴ്ന്നിറങ്ങാൻ പറ്റുന്നു എന്നതാണ് ഇതിന്റെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ 20 മിനിറ്റ് ധ്യാനം ചെയ്താലും ചിലപ്പോൾ 2 മിനിറ്റ് മാത്രമേ ശക്തമായ ധ്യാനം കിട്ടുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ സാർ ഈ ധ്യാനത്തിന് ശക്തി കൂട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഒരു 10 മടങ്ങ് ശക്തി കൂട്ടാൻ, ധ്യാനത്തിൽ ശക്തി കൂട്ടാൻ എന്താ ചെയ്യേണ്ടത്? അതിന് എന്തെങ്കിലും അൾട്ടിമേറ്റ് ആയ സീക്രട്ട് ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു സീക്രട്ട് ഉണ്ട് ധ്യാനത്തിന്. ആ ധ്യാനത്തിന് സീക്രട്ട് പഠിച്ചാൽ മാത്രമേ ധ്യാനം എഫക്റ്റ് ആവുകയുള്ളൂ. അപ്പോ ആ സീക്രട്ട് ഇന്ന് നിങ്ങൾ കൂടി പറഞ്ഞു തരാൻ പോവുകയാണ്. താല്പര്യമുള്ളവരെല്ലാവരും, ധ്യാനത്തിൽ ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരെല്ലാവരും, അല്ലെങ്കിൽ സീക്രട്ട് അഭ്യസിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും നമ്മുടെ ധ്യാന പ്രക്രിയയിൽ ചേരാം. എല്ലാ ദിവസവും രാവിലെ 5 മണിക്കും 5 മണി തൊട്ട് 5:45 തൊട്ട് 6:30 മണി വരെയുള്ള പ്രോസസ്സുള്ള ഡെയിലി ധ്യാനവും, കൂടാതെ നമ്മുടെ ഒരുപാട് ധ്യാനങ്ങൾ വേറെയുണ്ട്. 1 to 1 to 20 ചക്ര മെഡിറ്റേഷൻസ്, അതുപോലെ തന്നെ 7 എലിമെന്റ്സ്, പിന്നെ അങ്ങനെ നമ്മളിപ്പോ ഫുൾ മൂൺ മെഡിറ്റേഷൻസ്, അങ്ങനെ സാമ്പത്തിക ധ്യാനം, അങ്ങനെ ഒപ്പനൊപ്പനോ, അങ്ങനെ ഒപ്പനൊപ്പനോയിൽ തന്നെ കുറേ ടൈപ്പ് ഒപ്പനൊപ്പനവും, അങ്ങനെയുള്ള ധ്യാനങ്ങളെല്ലാം കുറേ നമുക്കുണ്ട്. ആ ധ്യാനങ്ങളിലൊക്കെ പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ വരും. അത്തരം ധ്യാനങ്ങളൊക്കെ പരിശീലിക്കാവുന്നതാണ്. ബാക്കി കൂടി പറഞ്ഞുതരാം, എന്നിട്ട് ചേർന്നാൽ മതി. അപ്പോ നമ്മളിൽ പലരും ധ്യാനം ചെയ്യുന്നുണ്ട്. ചിലർക്ക് ധ്യാനം എന്ന് പറയുന്നത് ഒരു റിലാക്സേഷൻ ആണ്, മറ്റു ചിലർക്ക് ഒരു സ്ട്രെസ് റിലീസാണ്, അതുമല്ല മറ്റൊരു ചിലർക്ക് ഇതൊരു സ്പിരിച്വൽ പ്രാക്ടീസ് ആണ്. അപ്പൊ മൂന്ന് തരത്തിലാണ് ആൾക്കാരെ വന്ന്. ചില ആൾക്ക് ഭയങ്കര റിലാക്സേഷൻ കിട്ടും, ചിലർക്ക് അവരുടെ സ്ട്രെസ് മുഴുവൻ റിലീസ് ആവും, മറ്റു ചിലർക്ക് ദൈവീകമായ കണക്ഷൻ കിട്ടും, സ്പിരിച്വൽ പ്രാക്ടീസ് പോലെ. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ഒരേ ധ്യാനം ചിലരുടെ ജീവിതത്തെ മറിക്കുമ്പോൾ മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന്. ഇതാണ് പ്രധാനമായ കാര്യം. ഉത്തരം വളരെ ലളിതമാണ്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് സാധാരണ ധ്യാനവും അല്ലെങ്കിൽ ശക്തമായ ധ്യാനവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇപ്പൊ സാധാരണ ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ചിലപ്പോൾ എന്തെങ്കിലും മന്ത്രങ്ങളോ അല്ലെങ്കിൽ അഫ്രിമേഷനോ ചെയ്ത് നമ്മളെ ബോഡിയെ, മൈൻഡിനെ കാമാക്കുന്ന പ്രക്രിയക്കാണ് നോർമൽ ധ്യാനം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ശാന്തി കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് റിലാക്സേഷൻ വരും. അത് മതിയോ? അത് മതിയെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അത് വേണ്ടവർ അത് കണ്ടിന്യൂ ചെയ്യുക. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ധ്യാനം കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സ്ട്രോങ് ധ്യാനം അല്ലെങ്കിൽ ശക്തമായ ധ്യാനം പോലുള്ള ഒരുപാട് ധ്യാനങ്ങൾ നമ്മൾ അഭ്യസിക്കണം. അതിന്റെ പ്രക്രിയ എന്ന് പറയുന്നത് എനർജി, ഇന്റൻഷൻ പ്ലസ് ഇമോഷൻ എന്ന് പറയുന്ന 3 ഘടകങ്ങൾ ചേരുമ്പോൾ നിങ്ങളുടെ ധ്യാനത്തിന് 10x ആയി മാറും. എനർജി, ഇന്റൻഷൻ, ഇമോഷൻ, ഈ 3 കാര്യങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ധ്യാനത്തിന് മുന്നും. അപ്പോ ഞാൻ ഇയാളോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ധ്യാനം ചെയ്യുന്നത് എന്ന് സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇല്ല, വെറുതെ കണ്ണടച്ച് ധ്യാനത്തിന് ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് പോരാ. അത് തന്നെയാണ് കാരണം. ധ്യാനത്തിന് മുമ്പ് ഇന്റൻഷൻ നമ്മൾ പ്രഖ്യാപിക്കണം. ഞാൻ ഇന്നത്തെ ധ്യാനം വഴി സമാധാനം കൈവരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ ധ്യാനം കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള എൻ്റെ ബ്ലോക്ക് മാറ്റണം, അല്ലെങ്കിൽ സാമ്പത്തികമായി ഉന്നമനം ഉണ്ടാവണം, അല്ലെങ്കിൽ ഇന്നത്തെ ധ്യാനം കൊണ്ട് എനിക്ക് ഇന്ന പർട്ടിക്കുലർ കാര്യം നേടണം, അതിനുവേണ്ടി എന്നെ സജ്ജമാക്കണം, അല്ലെങ്കിൽ ഞാൻ ധ്യാനത്തിന് മുമ്പ് എനിക്ക് ഇന്ന പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിക്കാനുള്ള സ്ട്രെങ്ത് എനിക്കുണ്ടാക്കണം. ഇങ്ങനെയുള്ള ഇന്റൻഷൻസ് നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മളെല്ലാ ധ്യാനത്തിനു മുമ്പ് നമ്മൾ ഇന്റൻഷൻ എഴുതി തയ്യാറാക്കിയതിനു ശേഷം മാത്രമാണ് ധ്യാനം നമ്മൾ ചെയ്യുന്നത്, മെഡിറ്റേഷൻ ചെയ്യുന്നത്. മോർണിംഗ് മെഡിറ്റേഷൻ അല്ല, മോർണിംഗ് മെഡിറ്റേഷൻ നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് അഫർമേഷൻ ചെയ്യുന്നത്. അപ്പോ ഈ ധ്യാനം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം, അന്ന് കഴിഞ്ഞില്ല, 3 കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. അപ്പോ ഈ ഇത് ചെയ്യുമ്പോൾ നമ്മൾ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്ത കാര്യത്തിന് ഇമോഷൻ കൂടി ചേർക്കണം. ഇന്റൻഷൻ, ക്ലിയർ ഇന്റൻഷൻ പ്ലസ് ഇമോഷൻ ചേർക്കണം. അതെന്താ? വെറും വാക്കായിട്ടല്ല, ഹൃദയം നിറഞ്ഞ് അനുഭവിക്കുന്ന ആ ഇമോഷൻ നമ്മൾ അനുഭവിക്കണം.
എനിക്ക് എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ടാണ് ഞാൻ ധ്യാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമായി ഉന്നമനം ഉണ്ടാവാനായിട്ടാണ് ധ്യാനം ചെയ്യുന്നതെങ്കിൽ ആ സാമ്പത്തിക ഉന്നമന അവസ്ഥ ധ്യാനത്തിലൂടെ കടത്തിക്കൊണ്ടുപോകണം. അപ്പോൾ അത് സംഭവിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, ബ്രത്ത് എന്ന് പറയുന്നത് എനർജി ഇൻടേക്ക് ആണ്. അപ്പോൾ ആ പർട്ടിക്കുലർ ആവശ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള എനർജി അകത്തോട്ട് സ്വീകരിക്കുന്നതായിട്ട് മനസ്സിലാക്കണം. സാമ്പത്തികമായി ഉയരാനാണെങ്കിൽ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി ആ ബ്രത്ത് എടുക്കുന്നതായിട്ട് നമ്മൾ തീരുമാനിക്കണം. ആ സ്ട്രോങ്നെസ് നമ്മൾ അവിടെ കൊണ്ടുവരണം. അപ്പോൾ ഈ 3 ഘട്ടങ്ങൾ കടത്തി കൊണ്ടുപോകുമ്പോൾ ധ്യാനത്തിന്റെ ഒന്നാമത്തെ സെറ്റ് നടക്കും. ഇന്റൻഷൻ, ഇമോഷൻ, ബ്രത്ത്. അപ്പോൾ ശക്തി കൂടി. ഇനി അടുത്ത ഭാഗം കൂടി കഴിഞ്ഞില്ല, ഇതും കൂടി ശ്രദ്ധിച്ച് കേൾക്കുക. അത് കഴിഞ്ഞിട്ട് ടർബോ ബൂസ്റ്റർ എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. അതായത് വിഷ്വലൈസേഷൻ ചെയ്യുക. ശക്തമായ ഒരു ചടങ്ങാണ്, സീക്രട്ടായ ചടങ്ങാണ് വിഷ്വലൈസേഷൻ ചെയ്യുക. നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ പ്രകാശം, ലൈറ്റ് ശരീരത്തിലൂടെ ഒഴുകുന്നതായി ഇമാജിൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്താണോ ആക്കേണ്ടത് അത് ശരീരത്തിലേക്ക് മുഴുവൻ ഇറങ്ങി വരുന്നതായിട്ട് അനുഭവിച്ചുകൊണ്ട്, വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങിക്കുന്നുണ്ട്, ആ കാറ് വാങ്ങിക്കുന്നതായി വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ആ കാറിനെ അനുഭവിച്ചുകൊണ്ട് മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, മസ്തിഷ്കം എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിനെ യാഥാർത്ഥ്യം പോലെ സ്വീകരിച്ച്, ന്യൂറോ സയന്റിഫിക്കലായിട്ടാണ് പറയുന്നത്, മസ്തിഷ്കം അതിനെ യാഥാർത്ഥ്യമായി സ്വീകരിച്ച് വിഷ്വലൈസേഷൻ ബ്രെയിനിനെ റിയൽ എക്സ്പീരിയൻസ് പോലെ സിമുലേറ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾ ഒരു വെറും ധ്യാനം ചെയ്യാതെ നിങ്ങളുടെ എനർജി ഫീൽഡിനെ സ്വയം അപ്ലിഫ്റ്റ് ചെയ്യുന്ന അവസ്ഥ അവിടെ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും ധ്യാനത്തിൽ നിന്നും റിസൾട്ട് ഉണ്ടാകും. ഇത് വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. ഇതൊന്ന് ശരിക്കും നല്ലൊരു നല്ല ഗുരുവിന്റെ കീഴിൽ അല്ലെങ്കിൽ നല്ലൊരു മെന്ററിന്റെ കീഴിൽ അഭ്യസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് അലൈൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സ്വന്തമായി ഇരുന്നു കൊണ്ട് അലൈൻ ചെയ്താൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമ്മൾ ധ്യാനത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ തന്നെ ഓർമ്മ അവിടെ കിട്ടാൻ സാധ്യത കുറവ്, അതിനെപ്പറ്റി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധ്യത കുറവാണ്. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരാളുടെ സപ്പോർട്ട് ആവശ്യമാണ് നിങ്ങളുടെ ഇന്റൻഷൻ സെറ്റ് ചെയ്യാൻ. അതാണ് നമ്മുടെ പ്രധാന ധ്യാനത്തിന്റെ ഒക്കെ പ്രക്രിയ. അതുകൊണ്ടാണ് നമ്മുടെ ധ്യാനത്തിന് ഇത്രയും റിസൾട്ടുകൾ നൽകുന്നത്. ഞാൻ ഓരോ ആളുടെയും അടുത്ത് കൊടുക്കാണ്. ഹിപ്നോസിസത്തിലൊക്കെ ചെയ്യുന്ന, ഹിപ്നോസിസം, ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ ചെയ്യുന്ന മെത്തേഡ് അതാണ്. അതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ വളരെ കൃത്യമായ ഒരു ചെറിയൊരു പ്രാക്ടീസ് ഇപ്പൊ എടുത്തേക്കാം. എല്ലാം റെഡി ആണെങ്കിൽ ചെറിയൊരു പ്രാക്ടീസ് ചെയ്യാം. ആകെ 5 മിനിറ്റ് നേരെ എടുക്കുള്ളൂ. കൃത്യമായിട്ട് നിങ്ങൾ റെഡി ആയിക്കൂടുക. ഒരു പ്രാക്ടീസ് എടുക്കാം. റെഡിയാണല്ലോ അല്ലേ? കണ്ണുകൾ അടയ്ക്കുക, ആഴത്തിൽ ശ്വാസം എടുക്കുക, ആഴത്തിൽ ശ്വാസം എടുക്കുക, ഒന്നുകൂടി. നിങ്ങൾ മാക്സിമം സമയം ലെങ്ത് കൂട്ടിയിട്ട് എടുക്കണം. അടുത്ത പ്രാവശ്യം ഇപ്പൊ കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ലെങ്ത് കൂട്ടിയെടുക്കണം. ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് കുറച്ചത്. ഇനി ആഴത്തിലൂടെ ശ്വാസം എടുത്തതിന് ശേഷം വീണ്ടും ആഴത്തോടെ ശ്വാസം എടുക്കുക. ഇനി മനസ്സിൽ പറയുക, എന്റെ ധ്യാനത്തിന്റെ ശക്തി ഞാൻ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. എന്റെ ധ്യാനത്തിലൂടെ ഞാൻ എന്റെ ശക്തി 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. എന്റെ ധ്യാനത്തിലൂടെ ഞാൻ എന്റെ ശക്തി 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. എന്റെ ധ്യാനം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. എന്റെ ധ്യാനം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. നല്ല ഫീൽ ആയിട്ട് ഇത് അനുഭവിക്കണം. ആ ശക്തി കൂടുന്നതൊക്കെ അനുഭവിക്കട്ടെ. ശക്തി ഇങ്ങനെ നിങ്ങൾക്ക് കൂടുന്നതായിട്ട് അനുഭവിക്കുക. ധ്യാനത്തിലൂടെ എന്റെ ശക്തി 10 മടങ്ങ് വർദ്ധിക്കുന്നു. ഇപ്പോൾ
ഒരു സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശം, എനർജി ഫീൽഡ് എന്റെ ചുറ്റും വ്യാപിച്ചിരിക്കുന്നു. അത് നിങ്ങൾ കാണുക. അങ്ങനെ ഒരു സ്വർണ്ണ പ്രകാശം നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും നിറഞ്ഞിരിക്കുന്നത് കാണുക. ഞാൻ പൂർണ്ണമായും എനർജൈസ് ആയിരിക്കുന്നു. യെസ്, ഫീൽ ഇറ്റ്. ഫീൽ ചെയ്യുക. ഞാൻ പൂർണ്ണമായും എനർജൈസ് ആയിരിക്കുന്നു. ഞാൻ പൂർണ്ണമായും എനർജൈസ് ആയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരു എനർജി ഫീൽഡിനകത്തുകൂടിയാണ് ഇതിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ നല്ല ഉന്മേഷവാനും ശരീരം മുഴുവൻ ലൈറ്റുള്ള അവസ്ഥയും വളരെ ശാന്തനും ഒരു എക്സ്പാൻഷൻ സംഭവിച്ച അവസ്ഥയും സംജാതമായിരിക്കുന്നു. നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കുക. കം ബാക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഹൗ ഡു യു ഫീൽ ഇറ്റ് നൗ? താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഒന്നും സംഭവിച്ചില്ലേ, അല്ലെ എന്തെങ്കിലും തിന്നു ശരിക്കും ഒന്ന് ഫീൽ ചെയ്ത് താഴെ അഭിപ്രായമായിട്ട് നിങ്ങൾ പറയുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോ ഞാൻ ഇത് തന്നെയാണ് ആ വ്യക്തിക്കും പറഞ്ഞു കൊടുത്തത്. പക്ഷെ 2 ആഴ്ചക്ക് ശേഷം വീണ്ടും ഞങ്ങൾ സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞു, സാറേ ഇനി എനിക്ക് മെഡിറ്റേഷൻ, ഇപ്പോഴെന്റെ മെഡിറ്റേഷൻ മറ്റൊരു തലത്തിലേക്ക് പോയിരിക്കുന്നു. 20 മിനിറ്റ് കൊണ്ട് ഞാൻ 2 മണിക്കൂറിൽ കിട്ടുന്ന പോസിറ്റീവ് എനർജി കിട്ടുന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു. 20 മിനിറ്റേ ഞാൻ ചെയ്യുന്നുള്ളൂ, പക്ഷെ 2 മണിക്കൂർ ചെയ്ത എഫക്റ്റ്, പോസിറ്റീവ് എനർജി എന്നിലുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യാനുള്ള ധൈര്യവും കപ്പാസിറ്റിയും എനിക്കുണ്ട്. ടെൻഷൻ ഇല്ല. ഞാൻ ഭയങ്കര പീസ് ഓഫ് മൈൻഡിലൂടെയാണ്, നല്ല റിലാക്സ്ഡ് ആണ് എന്നുള്ളത്. അപ്പോ പറയാനുള്ള ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കൾ. എല്ലാവരോടും ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ. ധ്യാനം എന്ന് പറയുന്നത് വെറും ഒരു റിലാക്സേഷൻ ടൂൾ മാത്രമല്ല, അത് ജീവിതത്തെ മാറ്റുന്ന ഒരു ആയുധമാണ് എന്നറിയുക. ജീവിതത്തെ മാറ്റാനായിട്ട് ധ്യാനം പരിശീലിക്കുക എന്നാണ് പറയുന്നത്. ഇതിന്റെ 10 മടങ്ങ് ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ഇന്റൻഷൻ, ഇമോഷൻ, ബ്രത്ത്, വിഷ്വലൈസേഷൻ, ഇത് നിന്നുള്ള 4 സ്തംഭങ്ങൾ കൂടി ചേർത്താൽ 4 pillars ഓഫ് മെഡിറ്റേഷൻ, യു വിൽ ഗെറ്റ് 100% റിസൾട്ട് ഓർ 10x മെഡിറ്റേഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇത്ര മാത്രമേ ഇന്നത്തെ കാര്യത്തിൽ പഠിപ്പിക്കുന്നുള്ളൂ. ധ്യാനത്തിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ, നമ്മളെ ഒരുപാട് മെഡിറ്റേഷൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര്, ഹാപ്പിനെസ് മാസ്റ്ററി കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന. അതുപോലെ തന്നെ നമ്മുടെ മെഡിറ്റേഷൻ കമ്മ്യൂണിറ്റിയിൽ വരുന്നുണ്ട്, ഫ്രീ ആയിട്ടുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ദിനേശ് മുഹമ്മദ് സൈനിങ് ഓഫ്. താങ്ക് യു.